ശുഭദിനം കൂട്ടുകാരെ. കാര്യം ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും രാവിലത്തെ ഈ മുറ്റത്തൂപ്പ് ഒരു വലിയ പണി തന്നെയാണ് കേട്ടോ. മാവ് പൂത്ത് നിൽക്കുന്ന കാരണേ നിറച്ച് മാവിൻ്റെ പൂവും പിന്നെ പ്ലാവില വീഴും. മകരമാസമല്ലേ, അതുകൊണ്ട് നിറച്ച് കരിയില വീഴും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തൂത്തുവാരി എല്ലാം കത്തിച്ച് കളയും. എന്നാലും ടൈൽസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് പുല്ല് കിളക്കത്തില്ലെന്നുള്ളൊരു ആശ്വാസമുണ്ട്. ഈ മാവ് കണ്ടോ, കുറേ വർഷങ്ങളായി നട്ടിട്ട് ഇതുവരെയും പൂത്തിട്ടില്ല. എല്ലാ പൂക്കുന്ന സമയത്തും ഇതുപോലെ നിറച്ച് തളിർക്കും, പക്ഷേ പൂവിടത്തില്ല. എന്താണാവോ ഈ മാവ് ഇങ്ങനെ പൂക്കാതെ നിൽക്കുന്നത്? എന്നാൽ ഈ തളിര് കാണാൻ നല്ല ഭംഗിയല്ലേ. കുയിലുകൾ ഈ തളിരില കുത്തി തിന്നിട്ടാണ് അവരുടെ ശബ്ദം ഇതുപോലെ മധുരമുള്ളതാകുന്നതെന്ന് പറയുന്ന കേൾക്കാം. ഈ തളിരില പൊട്ടിച്ചിട്ടേ വായിലിട്ട് ചവച്ചിട്ട് അതിൻ്റെ നീരിറക്കണം. അത് വയറിന് നല്ലതാണ്. രാവിലെ മുറ്റം തൂപ്പൊക്കെ കഴിഞ്ഞു, ഇനി ചെടിക്ക് നനയ്ക്കണം. എന്താ വെയിൽ, അത് കാരണം 2 നേരവും നനയ്ക്കേണ്ടി വരും. രാവിലെ നനയ്ക്കും, വൈകുന്നേരവും നനയ്ക്കും. അധികം ചെടിയൊന്നും ഇല്ല കേട്ടോ എൻ്റെ മുറ്റത്ത്. ചെടിക്ക് നനയ്ക്കുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ് പാൽ കുടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് വന്നപ്പോഴേ ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ടപ്പോൾ വെറുതെ ഞാൻ ചൂട് പാലിനകത്തോട്ടൊരു ചോക്ലേറ്റ് എടുത്തിട്ടു. ചൂട് പാലിൽ ചോക്ലേറ്റ് അലിയുന്ന കാണാൻ നല്ല രസമല്ലേ. വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുടിച്ചേച്ച് വേഗം പോയി ചെടിക്ക് നനയ്ക്കട്ടെ, എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ വേനൽ സമയത്തെ ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ നനച്ച് കൊടുക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ആകെ ഉണങ്ങി വരണ്ടിരിക്കുമല്ലേ, അപ്പോൾ ഈ ചെടികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ. കിളികൾക്കും നമ്മൾ വെള്ളം കൊടുക്കണം. ചെടിക്ക് നനച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കിളിക്കൂട് താഴെ വീണ് കിടക്കുന്ന കണ്ടു. ഏത് കിളിയുടെ കൂടാണാവോ? ഇതുപോലത്തെ കിളിക്കൂട് ഇടയ്ക്കിടയ്ക്ക് താഴെ വീണ് കിടക്കുന്ന കാണാവേ. മാവിൻ്റെ ചുവട്ടിലും പ്ലാവിൻ്റെ ചുവട്ടിലും ഒക്കെ കിടക്കുന്ന കാണാം. ഒരു തവണ എനിക്ക് കാടമുട്ടയുടെ വലിപ്പമുള്ള നീല കളറുള്ള മുട്ട മുറ്റത്ത് കിടന്ന് കിട്ടി. അപ്പോൾ അത് ഇവിടെ ഇടയ്ക്കിടയ്ക്കൊരു പച്ച കളറുള്ളൊരു കിളി വരും. ആ കിളിയുടെ മുട്ടയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കുറേ നാളത് സൂക്ഷിച്ച് വെച്ചിരുന്നു ഞാൻ. എന്തായാലും കളയണ്ടല്ലേ, ഇവിടെ ഇരിക്കട്ടെ. ഇന്ന് രാവിലെ സൂര്യനെയൊന്നും കാണുന്നില്ല, ആകെ ഒരു മൂടിയ ക്ലൈമറ്റ്. ഞാൻ വേഗം പോയി കാപ്പി ഉണ്ടാക്കട്ടെ. രാവിലെ അപ്പമാണ് കാപ്പിക്ക്. നല്ല പൂ പോലത്തെ വെളുത്ത അപ്പം. ഇതാണ് എൻ്റെ പ്രഭാതം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.